വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അറിയാമല്ലോ, ഓണമിങ് അടുത്താൽ പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇരിക്കപ്പൊറുതിയില്ല, ആഘോഷിച്ചേ അടങ്ങും. അപ്പൂപ്പന്മാരും കുഞ്ഞുങ്ങളുമാണ് ഓടി നടന്നും ഊഞ്ഞാലാടിയും ഓണം ആഘോഷിക്കാൻ മുൻപന്തിയിലുണ്ടാവുക. ശ്രീ ചിത്രതിനാൽ ബാലരാമവർമ്മ മഹാരാജാവിന് സ്ഥാപിതമായ ശ്രീചിത്ര ആർട്ട് ഗാലറി നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം സന്ദർശകരുമായി തുറന്നു കൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ സമ്മേളനത്തിന് മുമ്പ് വിവിധ കേന്ദ്രങ്ങളിലായി ഞങ്ങളെല്ലാം കൂടി നിർവഹിച്ചത്. ഏതാണ്ട് ഒട്ടുമിക്ക കൂടുകളും മൃഗങ്ങൾ ഇന്ന് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ വെള്ളക്കടുവേനെ കൊണ്ടുവന്നു, അനക്കൊണ്ട എന്ന പുതിയ പാമ്പിനെ കൊണ്ടുവന്ന് ഇപ്പം അത് പെറ്റു വരികി. ഏതാണ്ട് അന്ന് വലിയ കൂടുകൾ, ഒന്ന് രണ്ട് ചെറിയ പാമ്പുകൾ, പാമ്പ് കുട്ടികളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാം നല്ല കടാകടിയന്മാരായിട്ടുള്ള പാമ്പുകൾ, അനക്കൊണ്ട ഇന്ന് ആ കൂടുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നു. അതിന് പുറമെ നമുക്ക് 3D കുട്ടികൾക്ക് കാണാൻ വേണ്ടി 3D തിയേറ്റർ തുടങ്ങി. അതിലങ്ങനെ പല മാറ്റങ്ങളിവിടെ. പിന്നെ പുതിയ മോഡേൺ ആയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ശ്രീചിത്ര ആർട്ട് ഗാലറി. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും പ്രതാപം ഉണ്ടായിരുന്നു. അതിലത്തെ പല പെയിന്റിങ്സ്, ഇവിടെ കൊടുത്തിട്ടുള്ള 2 പെയിന്റിങ്സ് തന്നെ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഒന്ന് ദമയന്തിയുടെ ഹംസത്തിന് നളനെ കുറിച്ച് നളനുള്ള സന്ദേശം നൽകുന്ന ചിത്രം. ദുഷ്യന്തനെ കണ്ട ശകുന്തളം കാലിൽ മുള്ളുകൊണ്ടു എന്ന് അഭിനയിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്ന ചിത്രം. ഇതൊക്കെ നമ്മുടെ പഴയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ അമൂല്യ നിധികളാണ്. അതുപോലെ തന്നെ പല പ്രാചീന പെയിന്റിങ്ങുകൾ ഇന്നത്തെ മോഡേണൈസേഷന്റെ കാലത്തല്ലാതെ ഒരു കാലത്തുണ്ടായിരുന്ന, മോഡേണൈസേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ പല ചിത്രങ്ങൾ, നമ്മുടെ പാരമ്പര്യം, അത് സചേതനമായി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നതാണ്. അതൊന്നും അത്യന്താധുനികമായ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ കൊണ്ട് മെനഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ വളരെയധികം കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവബോധമുള്ള മനസ്സുകളിൽ നിന്ന്, കൈകളിൽ നിന്ന് ഒരുങ്ങി വന്നിട്ടുള്ള സൃഷ്ടികളാണ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ അമൂല്യമായ ഒരു സൃഷ്ടി പോലും അവിടെയുണ്ട്. അത് വിദേശികൾ കാണാൻ വരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. മൂങ്ങിയാണല്ലേ ഇതോ ഇതോ ഈ ചിത്രങ്ങൾ പക്ഷേ മൂങ്ങിയാണ് മുഖഭാവതാണ്. അങ്ങനെ എത്ര സൃഷ്ടികളാണ് ഒരു കാവ്യ രചനയുടെ ഭംഗിയും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള സൃഷ്ടികളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടൊക്കെയുള്ള ഗുണമെന്ത് എന്നും കടന്നപ്പള്ളി തന്നെ പറഞ്ഞു തരും. അദ്ദേഹം പറയുമ്പോഴേ അതിനൊരു ഗരിമയുണ്ടാവും. പൊളിമിക്സ് അക്കാര്യത്തിൽ അത്രയങ്ങ് പോരാ. നമ്മുടെ ഈ വർത്തമാനകാലത്തെ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ വിഹ്വലതകൾ, അതുപോലെ തന്നെ ധാർമ്മികതയുടെയും സാംസ്കാരിക ബോധത്തിൻ്റെയും ഒക്കെ നിരാസം കൊണ്ട് രൗദ്രീകരിക്കപ്പെട്ട പശ്ചാത്തലങ്ങളിൽ മനുഷ്യ മനസ്സിനെ സംസ്കൃതീകരിക്കുവാനും ഉദാത്തവൽക്കരിക്കാൻ കഴിയുന്ന സൃഷ്ടികളും രചനകളും വരയിലൂടെ, സംഗീതത്തിലൂടെ, സൃഷ്ടികളിലൂടെ എല്ലാം ഉണ്ടാക്കാനും കഴിയണം. രൗദ്രീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കടക്കാനായി പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്.
അത് കഴിഞ്ഞു വന്നാൽ മനുഷ്യ മനസ്സിനെ സംസ്കൃതീകരിക്കാനും ഉദാത്തവൽക്കരിക്കാനുമുള്ള മറ്റൊരു യജ്ഞം കാണാം. സാക്ഷരതാ ദിനമാണ്. അത് പ്രമാണിച്ച് തയ്യാറാക്കിയ ഒരു ജുഗൽബന്ദി. കൂടുതൽ ആളുകൾക്ക് അക്ഷരജ്ഞാനം മാത്രമല്ല പരിസ്ഥിതി ജ്ഞാനവും നമുക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പോലെ സെപ്റ്റംബർ മാസം 8-ാം തീയതി ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. സമ്പൂർണ്ണ പരിസ്ഥിതി സാക്ഷരത, അതാണ് ഇനി കേരളത്തിൻ്റെ ലക്ഷ്യം. സമ്പൂർണ്ണ പറയൂ പരിസ്ഥിതി സാക്ഷരത. പരിസ്ഥിതിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും സാക്ഷരരല്ല. അതിനാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ നല്ല ചൂടും ചിങ്ങമാസത്തിൽ മഴയും തിരുവാതിര ഞാറ്റുവേല പത്രം വായിച്ചിട്ട് മാത്രം അറിയേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കർക്കിടക മാസത്തിൽ പറയൂ മഴയില്ല, ചിങ്ങമാസത്തിലോ മഴയില്ല, കുംഭമാസത്തിൽ എന്താ വേണ്ടത് അതും അറിയില്ല. ആ സാക്ഷരതയില്ലേ? ചൂട് അല്ലേ? കുംഭത്തിൽ ചിലപ്പോൾ മഴ പെയ്യും. അപ്പൊ കുംഭത്തിൽ ഉള്ള കൃഷിയെല്ലാം എന്താണ് നശിക്കും. മുംബൈ മലബാറിൽ ആദ്യമായിട്ട് വിദേശികൾ വന്നപ്പോൾ പോർച്ചുഗീസുകാർ വന്ന് മലബാറിലെ പല സമ്പത്തും കൊള്ള ചെയ്ത് പോയപ്പോൾ സാമൂതി രാജാവിനോട് പറഞ്ഞു, മങ്ങാട്ടച്ചൻ പോയിട്ട് പറഞ്ഞു, മങ്ങാട്ടച്ചൻ അന്ന് മന്ത്രിയുടെ പേരാണ് മങ്ങാട്ടച്ചൻ സ്ഥാനം, നമ്മുടെ സ്വത്തൊക്കെ പോർച്ചുഗീസുകാർ കൊള്ള ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ സാമൂതിരി പറഞ്ഞു, തിരുവാതിര ഞാറ്റുവേല കൊള്ള ചെയ്യാൻ പറ്റില്ലല്ലോ, അതുള്ളിടത്തോളം കാലം നമുക്ക് കൃഷിക്കൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, നല്ല മഴ കിട്ടും, സമൃദ്ധമായി നമുക്ക് ഇനിയും കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇന്ന് അതും മോശം പോയില്ല. അതുകൊണ്ട് കേരളത്തിൽ എന്ത് കാലാവസ്ഥ വേണമോ ആ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരിസ്ഥിതി സന്തുലനം വേണം. വാക്ക് പറയൂ, പരിസ്ഥിതി സന്തുലനം വേണം. പക്ഷെ പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യം നമ്മൾ ഇന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു മരം കണ്ടാൽ അത് മുറിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേർക്കും. ആന കണ്ടോ? ഏറ്റവും ചെറിയ ജീവിയല്ലേ? അല്ല, ഏറ്റവും വലിയ ജീവി അല്ലേ? അതിൻ്റെ ആവാസ വ്യവസ്ഥ എവിടെയാ? സെക്രട്ടേറിയറ്റിലാ? എവിടെയാ? കാട്ടിലാണ്. എൻ്റെ ആവാസ വ്യവസ്ഥ ഏതാണ്? കാടാണ്. എന്താ കാരണം? ആനയുടെ ശരീരവും അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിന് പ്രത്യേക ചൂട് മാത്രമേ സഹിക്കാൻ പറ്റൂ. അതിനൊരു പ്രത്യേക അന്തരീക്ഷം വേണം, തണവ് വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം. ഇതൊക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കുമ്പോഴാണ് അതായത് ആന അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുക. പിന്നെ എല്ലാ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം. ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയൊക്കെ ഫ്ലാറ്റുകളുടെ ആവശ്യം എന്താ? പക്ഷെ പലപ്പോഴും MLA എന്നുള്ള എനിക്ക് ചിലപ്പോൾ വിളിച്ചാലൊക്കെ പോകേണ്ടി വരും. അപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താ? മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ പ്രകൃതി തന്നിട്ട് കോൺക്രീറ്റ് കെട്ടിടത്തിലല്ല. മനസ്സിലായില്ല? മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ പ്രകൃതി തന്നിട്ടുള്ളത് കോൺക്രീറ്റ് കെട്ടിടത്തിലല്ല. എന്നാ കോൺക്രീറ്റ് കെട്ടിടം വേണ്ട എന്നുള്ള മൗലികതയുണ്ടോ? അതില്ല. പക്ഷേ എങ്കിലും ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കേണ്ട ചുമതല ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അതില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ കാണുന്നത്. ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തു വിടുന്ന മാലിന്യം, അതാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, പലയിടത്തും കുടിവെള്ള ക്ഷാമം ഉണ്ടാവുന്നത് ഇതുപോലത്തെ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് എല്ലാം കണക്ഷൻ എടുക്കുക. ഇന്ന് ഏറ്റവും അപകടമുള്ളത് വെള്ളം, വായു, ഭക്ഷണം എന്നിവയാണ്. എല്ലാം മലിനമാണ്. മലിനമല്ലാത്ത വെള്ളം ഇല്ല. പേടിക്കണ്ട, ഒരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. മലിനീകരിക്കാത്ത വായു ശ്വസിക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല.
പേടിയായോ? തിരി പേടിക്കട്ടെ. മലിനീകരിക്കപ്പെടാത്ത ഭക്ഷണം കഴിക്കാനും കിട്ടില്ല. സാക്ഷരത എല്ലാ രംഗത്തും പൂർണ്ണമാകണമെങ്കിൽ 91 പോലെ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. അതുകൊണ്ട് സമ്പൂർണ്ണ പരിസ്ഥിതി സാക്ഷരത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിൻ്റെ ആരംഭമാണ് നമ്മളിവിടെ കുറിക്കുന്നത്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ എല്ലാ ദിക്കിലും ഇനി സാക്ഷരതാ യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരിസ്ഥിതി സാക്ഷരത നേടുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ നന്നായി ഇക്കാര്യം പറഞ്ഞു തരാൻ പറ്റിയ ആളുകളെ കേരളത്തിൽ വേറെ കിട്ടാനില്ല എന്നറിയിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കരുതിയിരിക്കണം, വിപ്ലവവും വിമോചന സമരവുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തരീക്ഷത്തിൽ ഒരു വിമോചന സമരം ഉരുണ്ടുകൂടുന്നുണ്ട്. തലസ്ഥാന നഗരിയിലാണ് അതിൻ്റെ കാർമേഘങ്ങൾ ആദ്യം കണ്ടു തുടങ്ങിയത്. പുക പോലെ, ഏതാണ്ട് നാടൻ ബോംബൊക്കെ പൊട്ടിയാലുണ്ടാകുന്ന പുക പോലെ. ആ കാര്യാലയം എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കേന്ദ്ര ബിന്ദുവാണ്. ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കേന്ദ്ര കാര്യാലയം ഇത്തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി ആയിരുന്നു ഈ അന്വേഷണം എന്ന് ഇപ്പോഴാണ് വ്യക്തമായത്. രാത്രിയിൽ 11:30-12 മണിയോട് അടുക്കുമ്പോൾ അവിടെ വന്ന് അക്രമ പ്രവർത്തനം നടത്തുന്നവർക്കൊരു ലക്ഷ്യമുണ്ടായി. ഈ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും അവിടെ ഉണ്ടാകുമെന്നും ഈ അക്രമ പ്രവർത്തനത്തിലൂടെ അവരെയൊക്കെ വകവരുത്താമെന്നും അവർ ധരിച്ചിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. 10-60 വർഷം പഴക്കമുള്ളൊരു വഴി. കേരളത്തിൽ ഇത്തരത്തിൽ പോയാൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിമോചന സമരത്തിന് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ടേക്ക് വരേണ്ടതായിട്ട് വരും. അത് വേണ്ടി വരില്ല എന്നാണ് പൊളിമിക്സിന് തോന്നുന്നത്. അത്രയൊക്കെ എത്തും മുമ്പ് തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയും സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കും. അവർ തമ്മിൽ അങ്ങനെയാണ്. കണ്ണാടിയപ്പോൾ കാണുന്നത് നല്ലതാണല്ലോ. അന്ന്, അതായത് മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ദില്ലിയിൽ പോയ പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് സമ്മാനങ്ങൾ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഇരുവരും വിശാലമായി സംസാരിച്ചതുമാണ്. അവിടെ BJPയും CPIയും തമ്മിലുള്ള സംഘർഷമുണ്ടല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മുഖ്യമന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പരിഹരിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം, അത് ഞാൻ പറഞ്ഞോളാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് എപ്പോഴാണ് എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നടന്ന സംഭാഷണമാണത്. പക്ഷേ നമ്മുടെ ഭാജപയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്നു തന്നെ കേരളം മുഴുവൻ നടന്ന് വിമോചന സമരത്തിനുള്ള കാരണങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്നു തന്നെ അങ്ങനെ പറഞ്ഞു വെച്ചത്. BJP-CPM സംഘർഷം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മുൻകൈയെടുത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്നൊരു കാര്യമല്ല. അതാണ് ഞാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ ഉപദേശിച്ച് അതിന് പരുവത്തിലാക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടേ ചർച്ച നടത്തിയിട്ട് ഫലമുള്ളൂ. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇടപെടുന്നതിന് യാതൊരു പ്രയാസമില്ല, അത് ഇടപെടുക തന്നെ ചെയ്യും. നാട്ടിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാ നടപടികളും എന്നാൽ ഉന്മൂലനം അതിൽ പെടില്ല കേട്ടോ. വേണമെങ്കിൽ അക്രമകാരികളായ BJPക്കാരെയും അക്രമകാരികളായ CPMകാരെയും വന്ധീകരിക്കാൻ പറ്റുമോ എന്നാലോചിക്കാവുന്നതാണ്.
അതിനിടയിൽ ഒരു മഹാവിപ്ലവമുണ്ടായി. കേരളത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനമായ പെമ്പിളൈ ഒരുമൈ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. പെമ്പിളൈ ഒരുമ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശക്തിയായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ മൂന്നാറിൽ നിന്നും ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ കൂടെ ഞങ്ങൾ ഒന്ന് സഹകരിച്ചു പോകണമെന്ന് ഞങ്ങളുടെ മനസാക്ഷിയായത് ഞങ്ങൾക്ക് തോന്നി. കാരണം ഈ പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാമായ ഞങ്ങളുടെ 3 പാർട്ടിയും ഞങ്ങളെ റോട്ടിലേക്ക് വിട്ടപ്പോൾ ആരും അറിയാതെ ഈ പാർട്ടി വന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ പണങ്ങൾ തരുകയും ഞങ്ങൾക്ക് ഭക്ഷണം തരുകയും ഞങ്ങൾക്ക് വെള്ളം തരുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. മൂന്നാറിൽ വിരിഞ്ഞ ആ പെൺവിപ്ലവത്തിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ഏത് എന്ന് അന്വേഷിച്ച് നടന്നവർക്ക് ഇതാ മറുപടി. എത്രയോ ദൂരം കിടക്കുന്നവര് ഞങ്ങളുടെ സമരം ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം പോലും കടയിൽ കുടിപ്പിക്കാത്ത ഞങ്ങളുടെ പാർട്ടിക്കാരുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് തന്ന് അരി എല്ലാം ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവന്ന് തന്നവരെ ഞങ്ങൾക്ക് മറക്കാൻ വയ്യ. അതിനാൽ അവരോടൊപ്പം ചേർന്നു, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ പെമ്പിളൈ ഒരുമക്കാർ ആം ആദ്മി പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതരുത്, ആവശ്യങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് ഭൂമി വേണം, വീട് വേണം, ഞങ്ങളുടെ ശമ്പളം വേണം, ബോണസ് വേണം, അരിയേഴ്സ് വേണം, ഞങ്ങളുടെ APL BPL കാർഡ് ഞങ്ങൾക്ക് മാറ്റിത്തരണം. ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ ആവശ്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ നേടിത്തരേണ്ടതാണ്. ചിലതിനെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും വേണ്ടിവരും. എന്നാൽ ഒരു കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ലാത്ത വെറുമൊരു കെജ്രിവാൾ സർക്കാർ എന്തു ചെയ്യാനാണോ എന്തോ. പക്ഷേ അവർക്കും ഇടപെടാം, ഞങ്ങളുടെ കാര്യത്തിൽ അവർക്കും ഇടപെടാം. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കാര്യത്തിൽ ഇനി ഞങ്ങളുടെ സമര പരിപാടികളിലും ഞങ്ങൾക്ക് പിന്തുണയായിട്ട് അവരും ശക്തിയായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ മൂന്നാറിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. But be assured that all the workers need to be happy about this, that Aam Aadmi Party would do everything constitutionally, legally, socially, politically to ensure that their rights get realized. വിപ്ലവം പൂർത്തിയായി കഴിഞ്ഞ സ്ഥിതിക്ക് പൊളിമിക്സിന് ഇനി ഒന്നും ചെയ്യാനില്ല. അതിനാൽ കുറച്ച് കഥ കേൾക്കാം, ആത്മകഥ. ഞാൻ ജനിച്ചു വളർന്നത് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് 10-20 മീറ്റർ. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ വളരെ ശുദ്ധീകരിച്ച കാൽപ്പാദങ്ങളും നല്ല വൃത്തിയുള്ള വെള്ളവസ്ത്രവും ധരിച്ച വിദ്യാർത്ഥികൾ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരിൽ പലരും റെയിൽവേ ലൈനിൻ്റെ ഓരങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരവിടെ പോയിട്ട് അവരുമായിട്ട് പരിചയപ്പെട്ടു. പലരും ആ നാട്ടുകാരായിരിക്കുകയും യഥാർത്ഥത്തിൽ സൗമ്യവാന്മാരും അങ്ങേയറ്റം വിശ്വാസികളും സ്നേഹസമ്പന്നരും വാത്സല്യം നിറഞ്ഞവരുമായ കുട്ടി ഉസ്താദുമാരുമായിട്ടുള്ള സൗഹൃദത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ പണ്ഡിത സമൂഹത്തെക്കുറിച്ച് പ്രായോഗികമായി ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 15 വയസ്സ് വരെ അങ്ങനെ പലരും പഠനം പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷവും വിളിക്കുകയും അന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് കണ്ടുമുട്ടിയ ആളാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ബന്ധങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. മുസ്ലിയാക്കന്മാരുമായി ഇങ്ങനെ ചെറുപ്പം മുതലേ സൗഹൃദമുള്ള കാര്യം ഏതായാലും നിയമസഭയിലെ നമ്മുടെ രാജേട്ടൻ അറിയണ്ട. ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണല്ലോ എന്നു കരുതി തന്ന പിന്തുണ ചിലപ്പോൾ പിൻവലിച്ചു കളയും.
പോവരുത്, ഒരു ആത്മകഥ കൂടി കേൾക്കാനുണ്ട്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് വെക്കേഷൻ ചെലവിടാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് ഏറ്റവും അധികം ആളുകളെ ആകർഷിച്ചിരുന്നത് മ്യൂസിയം മൃഗശാലയായി. അന്ന് ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും അധികമില്ല. കോവളം പോലും അന്ന് വെറും കടൽ മാത്രമാണ്, ഒരു കെട്ടിടം പോലും അന്ന് പണിതിട്ടില്ല, ഒരു ഹോട്ടൽ പോലും അന്ന് അവിടെ ഇല്ല. അന്ന് കോവളത്തൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ചായ പോലും കിട്ടാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ ഈ ശംഖുമുഖത്തായിരുന്നു ആൾക്കൂട്ടം. അപ്പോൾ ശംഖുമുഖം തിരുവനന്തപുരത്ത് പോയി എന്ന് പറയുമ്പോൾ തിരിച്ച് നാട്ടിൽ ചെന്നാൽ നാട്ടുകാരൊക്കെ ചോദിക്കും, മ്യൂസിയം കണ്ടോ, മൃഗശാല കണ്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയോ, അതിൻ്റെ മുമ്പിലത്തെ മേത്തമ്മണി കണ്ടോ? ഇതൊക്കെ അന്നത്തെ ചോദ്യം. അത് വലിയൊരു അത്ഭുതമാണ്. മേത്തമ്മണി ഇങ്ങനെ നാക്ക് പുറത്തു വരുന്നു, രണ്ടാടുകൾ ഇങ്ങനെ കൗളത്തടിക്കുമ്പോൾ നാക്ക് അകത്തേക്ക് പോകും. കോൺഗ്രസിലായതോടെ അതൊക്കെ പിന്നെ ഒരു ശീലമായി. നാക്ക് പുറത്തോട്ട് വരുമ്പോഴേക്ക് രണ്ട് കവിളിലും അടി വീഴുന്നതും നാക്ക് അകത്തോട്ട് വലിയുന്നതുമൊന്നും ഇപ്പോഴൊരു അത്ഭുതമേ അല്ല. പുതിയ അത്ഭുതങ്ങളൊന്നും പൊളിമിക്സിൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല താനും. അതിനാൽ കർട്ടൻ താഴ്ത്തുകയാണ്. ഇനി കാണും വരെ നന്ദി.